പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ദി സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ്. ഇത് മെഷ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി പ്രോട്ടീൻ പൗഡർ ബ്രാൻഡുകൾ എടുത്ത് അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യത്തിനുണ്ടോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടോ, അഡൾട്രൻസ് ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ബി പ്രോട്ടീൻ, ഡി പ്രോട്ടീൻ, എൻഷുർ, ഹോർലിക്സ് മുതലായ എല്ലാ കാര്യങ്ങളും ഇവർ പരിശോധിച്ചു. ഞങ്ങളുടെ ഈ മൈഷോർ ക്ലിനിക്കിന്റെ ചാനലിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങൾ ആരും ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ പ്രോട്ടീൻ പൗഡറോ പ്രോട്ടീൻ സപ്ലിമെന്റോ ഉപയോഗിക്കേണ്ട. എന്നുണ്ട് ഹെവി മെറ്റൽസ്, ആർസനിക്, ലെഡ്, കാഡ്മിയം, മർക്കുറി, 38% ബ്രാൻഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സിലും ഈ ഹെവി മെറ്റൽസ് ഉണ്ട്. ഇത് നമുക്ക് ബോഡിക്ക് ഭയങ്കര ദോഷം ചെയ്യും. 38% എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനൊന്നും അല്ല. പിന്നെ പ്രശ്നങ്ങളുണ്ട്. ഈ ഫംഗൽ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഫംഗൽ കണ്ടാമിനൻസ് ഉണ്ടാക്കും. 11% ബ്രാൻഡിന്റെ അകത്തും ഈ ഫംഗൽ കണ്ടാമിനൻസ് ഉണ്ട്. അഫ്ലാടോക്സിൻ, അത് ഈ ലിവർ തന്നെ ഫെയിലിയർ ഉണ്ടാക്കുന്ന അഫ്ലാടോക്സിൻ ഇറങ്ങിയിട്ടുണ്ട് 11% പ്രോഡക്ട്സിൻ്റെ അകത്ത്. 11% പ്രോഡക്ട്സിൻ്റെ അകത്ത് സ്റ്റിറോയിഡ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ റിസൾട്ട്സ് കിട്ടിയാലല്ലേ പിന്നെ ആൾക്കാർ ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ മേടിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും എന്തിനാ ഈ പ്രോട്ടീൻ സപ്ലിമെന്റ് ഒക്കെ പോയി മേടിക്കുന്നത്? നിങ്ങൾ ഡയറ്റിങ്ങിലാണ്, കുറച്ച് പ്രോട്ടീൻ ഒക്കെ കഴിച്ചൊന്ന് ഹെൽത്തി ആകാം, കാർബൊക്കെ ഒന്ന് കുറച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും ജിമ്മിൽ പോകുന്നു, ഹെൽത്തി ആവുന്നു. പക്ഷെ ഇത് നോക്കിക്കേ, 44% പ്രോട്ടീൻ പൗഡേഴ്സിന്റെ അകത്തും സുക്രോസ്, അതായത് നമ്മുടെ പഞ്ചസാര ഇട്ട് അവരെ ഇളക്കി വെച്ചിരിക്കുകയാണ്. മധുരം വെച്ച് നമ്മളെ അതിലേക്ക് വീഴ്ത്തുക. മുട്ടായിലേക്ക് നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പോലെ പ്രോട്ടീൻ പൗഡറിലേക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തരം പരിപാടികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ എന്തിനാ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്? ഒരു മുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉള്ളത്, ഒരു 3-4 മുട്ട കഴിച്ചാൽ 20 ഗ്രാം പ്രോട്ടീൻ. ഇതിലും സേഫ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. മുട്ടേനെക്കാട്ടിലും ബെസ്റ്റ് അവൈലബിൾ പ്രോട്ടീൻ വേറെ ഒന്നുമില്ല. എണ്ണയിലല്ലാതെ വറുത്തല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്ത ചിക്കൻ ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഫിഷ്, ഇതെല്ലാം പ്രോട്ടീൻ സോഴ്സാണ്. പൾസസ്, സ്പ്രൗട്ട്സ്, ഇതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. പിന്നെ നമുക്ക് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലർ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് നമുക്ക് ചിലപ്പോൾ പ്രോട്ടീൻ പൗഡർ നമുക്ക് ഇല്ലാതെ നമുക്ക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ആരും ഇതുപോലെയുള്ള ടോക്സിക് കണ്ടെയ്നിങ് പ്രോഡക്ട്സിന്റെ പുറകെ പോവില്ല എന്നാണ് ഞാൻ ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു.